ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓർഡർ ഓഫ് ദി സിസ്റ്റം ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇനി അങ്ങോട്ട് നമ്മൾ സിസ്റ്റത്തിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ നമുക്ക് തന്നിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ബേസിക്കലി ഓർഡർ ഓഫ് സിസ്റ്റം ഈസ് ഗിവൺ ബൈ ദ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗവേണിംഗ് ദ സിസ്റ്റം. നമുക്കറിയാം, നമുക്ക് തരുന്ന ഒരു സിസ്റ്റത്തിന് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവും. ആ ഒരു ഇക്വേഷനാണ് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ബിഹേവിയറിനെ ഗവേൺ ചെയ്യുന്നത്. സോ ദ ഓർഡർ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഫ്രം ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം. സോ സപ്പോസ് നമുക്ക് ഇതുപോലെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ടി ഓഫ് എസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു പി ഓഫ് എസ് ഡിവൈഡഡ് ബൈ ക്യൂ ഓഫ് എസ്. ഈ പി ഓഫ് എസ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂമറേറ്റർ പോളിനോമിയലും ക്യൂ ഓഫ് എസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിനോമിനേറ്റർ പോളിനോമിയലുമാണ്. ഇതിൽ കെ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ. സോ ദിസ് ഇസ് എ സിമ്പിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം. സോ ഈ ഒരു പോളിനോമിയൽ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഓർഡർ പറയാൻ പറ്റും. The order of the system is given by the maximum power of s in the denominator polynomial എന്നാണ് നമ്മൾ പറയാം. ദറ്റ് ഈസ്, സപ്പോസ് നമുക്ക് ക്യൂ ഓഫ് എസ് നമ്മളുടെ ഡിനോമിനേറ്റർ പോളിനോമിയൽ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക, വിച്ച് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ a0 s raised to n പ്ലസ് a1 s raised to n മൈനസ് 1 ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് നമുക്ക് an മൈനസ് 1s പ്ലസ് an. സോ ഈ എസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 0, 1, 2, 3 അപ് ടു n വരെ നമുക്ക് വരുന്നുണ്ട്. ഈ a0, a1, a2 അപ് ടു an എന്ന് പറയുന്നതാണ് നമ്മുടെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വേർ n ഈസ് ദ ഓർഡർ ഓഫ് ദ സിസ്റ്റം. ഇതിൽ n ആണ് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഓർഡർ. സോ ഈ ഒരു ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ടേംസ് ഓഫ് ഫാക്ടറൈസ്ഡ് ഫോം. നമുക്കറിയാം, നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാറുണ്ട്. സോ നമുക്ക് തന്നിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമുക്ക് ഇതുപോലെ ഫാക്ടറൈസ് ചെയ്യാം. ദാറ്റ് ഈസ്, ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എസ് പ്ലസ് സെഡ് വൺ പ്ലസ് എസ് പ്ലസ് സെഡ് ടു അപ് ടു എസ് പ്ലസ് സെഡ് എം വരെ ചെയ്യാം. അതേപോലെ ഡിനോമിനേറ്റർ ക്യൂ ഓഫ് എസിനെ നമുക്ക് എന്ത് ചെയ്യാം, എസ് പ്ലസ് പി വൺ പി ടു അപ് ടു പി എൻ വരെ ചെയ്യാം. ഇതിൽ നമുക്കറിയാം, ഈ Z1 Z2 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ സീറോസ് ഓഫ് ദ സിസ്റ്റം, ആൻഡ് ഡിനോമിനേറ്ററിലുള്ള P1 P2 അപ് ടു Pn എന്ന് പറയുന്നത് ആർ നോൺ ആസ് ദ പോൾസ് ഓഫ് ദ സിസ്റ്റം. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ഈ ഡിനോമിനേറ്ററിലുള്ള വാല്യൂ ഓഫ് n. സോ ആ എന്നിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഓർഡർ പറയുക. That means the value of n gives the number of poles in the transfer function. Hence, the order is also given by the number of poles of the transfer function. So, number of poles നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഓർഡറും നമ്മൾ സെയിം ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. സോ നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഓർഡർ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം അതിൽ എത്ര പോൾസ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ദ ഓർഡർ ഓഫ് ദ സിസ്റ്റം നമുക്കവിടെ കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ്. നമുക്ക് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ സിസ്റ്റം. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.